വരില്ല. എന്താ കാരണം? നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു ശ്രീകോവിൽ തൊട്ട് ഗോപുരം വരെ എന്താണ്? ദേവന്റെ ശരീരമാണ് അല്ലേ? അപ്പൊ ഈ ശ്രീകോവിലിന്റെ മുമ്പിൽ ഗുരുവായൂർ കണ്ടിട്ടില്ലേ? ഒരു ശ്രീകോവിലിന്റെ മുമ്പിൽ നേരെ സമചതുരത്തിലൊരു മണ്ഡപല്ലേ? അത് ദേവന്റെ ഗളമാണ്, കഴുത്താണ്. അപ്പൊ നമ്മൾ അതിന്റെ ബാക്കിൽ പോയിട്ട് നമസ്കരിക്കുക പറഞ്ഞാൽ ഭഗവാന്റെ ഈ ചോളിലൊക്കെ കയറിയിട്ട് നമസ്കരിക്കണില്ല പല തുല്യ. എന്തൊരു സ്വൈരക്കട ആലോചിച്ച് നോക്കി. നിങ്ങളുടെ കുട്ടീനെ എടുത്തിട്ട് കരയുമ്പോൾ എടുത്തിട്ട് ചോളിൽ വെക്കുക ചെയ്യുക, മടിയിൽ വെക്കുക ചെയ്യുക. നമ്മൾ മടിയിലാണ് വെക്കുക. ഇതാണ് ഭഗവാന്റെ മടിത്തട്ട്. ഈ ഭാഗമാണ് മടിത്തട്ട്. ഈ എന്താ ബലിക്കല്ലും അതുപോലെ തന്നെ ദീപസ്തംഭമൊക്കെ ഉള്ള ഭാഗമാണ് മടിത്തട്ട്. നമ്മളെ ഭഗവാന് സമർപ്പിക്കുകയാണ്. എവിടെ സമർപ്പിക്കേണ്ടത്? ചുമലിലല്ല സമർപ്പിക്കേണ്ടത്, കഴുത്തിലല്ല സമർപ്പിക്കേണ്ടത്. പിന്നെ എവിടെയാണ് സമർപ്പിക്കേണ്ടത്? നമ്മളെ സമർപ്പിക്കേണ്ടത് ഭഗവാന്റെ മടിത്തട്ടിലാണ്. സ്വയം സമർപ്പിക്കുകയാണ്. ഇതാ ഭഗവാനെ പിടിച്ചോളൂ, എന്നെ സ്വീകരിക്കൂ, എനിക്ക് എന്നെ അഭയം നൽകൂ. അത് എവിടെ നമസ്കരിക്കണം? ഇടതുവശത്ത്, ദേവന്റെ ഇടതുവശത്ത്. ദേവന്റെ ഇടതുവശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബലിക്കല്ലിൻ്റെ, അതല്ലെങ്കിൽ ഈ വിളക്കിൻ്റെ, ദീപസ്തംഭത്തിൻ്റെ നമ്മുടെ വലതുവശത്ത്. അപ്പോഴേ ഭഗവാന്റെ ഇടതുവശമാവുള്ളൂ. എന്താ കാരണം? രണ്ടാൾക്കാർ അഭിമുഖമായി നിന്നു ഇല്ലേ? ഇതൊരാള്. ഇയാളുടെ ഇടതുവശം നമ്മുടെ വലതുവശമാവില്ലേ? ഇല്ലേ? അപ്പൊ അദ്ദേഹത്തെ ഭഗവാന്റെ ക്ഷേത്രത്തിന്റെ ഇടതുവശത്ത് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വലതുവശത്ത് നമസ്കരിക്കുക. അപ്പൊ ഭഗവാന്റെ ഇടതുമടിത്തട്ടിൽ നമ്മളെ സമർപ്പിക്കുന്നു എന്നർത്ഥം. എന്തിനാ ഇടത്തുവശത്ത് തന്നെ വേണമെന്ന് പറയുന്നത്? അമ്മയാണെന്ന് വിചാരിക്കുക. ചോറ് കൊടുക്കുമ്പോ ഇങ്ങനെ ഈ വലത്തെ മടിയിൽ വെക്കുകയോ ഇടത്തെ മടിയിൽ വെക്കുകയോ നിങ്ങള്? ഇവിടെ വെച്ച ഇടത്തെ കൈ കൊണ്ട് ചോറ് കൊടുക്കേണ്ടി വരില്ലേ? ഇല്ലേ? അപ്പൊ എവിടെ വെക്കുക? അപ്പൊ കുട്ടീനെ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ, പരിപാലിക്കാൻ കൂടുതൽ അമ്മമാരും എവിടെയാ വെക്കുക? ഇടതുവശത്താ വെക്കുക. ഇടതുവശത്ത് വെച്ചാലേ വലത് കൈ കൊണ്ട് അനുഗ്രഹിക്കാനും തടവാനും പിന്നെ ഭക്ഷണം കൊടുക്കാനൊക്കെ കഴിയുള്ളൂ. ഭഗവാന്മാരുടെയൊക്കെ ദേവീദേവന്മാരുടെയൊക്കെ വലത്തെ കയ്യിൽ ഇടത്തെ കയ്യിൽ മുക്കാലും ആയുധങ്ങളാണ്. അപ്പൊ നമ്മൾ നമ്മുടെ വലത്തെ ഭാഗത്ത് പോയി കടന്നാൽ എന്തൊക്കെ ഉണ്ടാവുക വെച്ചാൽ നിശ്ചയില്ല. അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിന്റെ ഇടതുവശത്തും ദേവന്റെ ഇടതുവശത്തെ നമസ്കരിക്കാവൂ. എവിടെങ്കിലും ആരെങ്കിലും തെറ്റി നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, അപ്പൊ പാടില്ല. അപ്പൊ ഒരിക്കലും തിരുമേനി എവിടെ നമസ്കരിക്കണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. അവര് ദീക്ഷിതരാണ്. എന്താ ദീക്ഷ എന്ന് പറഞ്ഞാൽ അടിമുടി വളർത്തിയ ദീക്ഷയോ അല്ല. ഏത് ദേവനെയാണോ പൂജിക്കേണ്ടത് ആ ദേവന്റെ മൂലമന്ത്രം ക്ഷേത്രദേവന്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള തന്ത്രിയിൽ നിന്ന് രഹസ്യമായി സ്വീകരിച്ച് അതിനെ നിത്യേന നിയമേന ഉപാസന ചെയ്യുന്ന വ്യക്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അവർക്ക് അവിടെ നമസ്കരിക്കാം. എന്തിൻ്റെ ദേവനാണ്? സൃഷ്ടിയുടെ ദേവനാണ് അല്ലേ? സൃഷ്ടിക്കുക പറഞ്ഞാൽ നിർമ്മിക്കുന്ന ആളാണ്. നിർമ്മിക്കാൻ എന്ത് വേണം? ഇല്ലേ, ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന ഒരാളെ ഉണ്ടാവും. നമ്മുടെ അടുക്കളയിൽ ഒരു രസം ഉണ്ടാവും, ഒരു സാമ്പാർ ഉണ്ടാക്കുക വിചാരിക്കുക. സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അതിൽ എന്തൊക്കെ ചേർക്കും? ബ്രഹ്മാവിന്റെ സഹധർമ്മിണി, അറിവിന്റെ ദേവതയായിട്ടുള്ള ആരായി? ബ്രഹ്മാവിന്റെ സഹധർമ്മിണി ആരാണ്? സരസ്വതി ദേവിയായി. മനസ്സിലായോ? അപ്പൊ സരസ്വതി ഇല്ലെങ്കിൽ, അറിവില്ലെങ്കിൽ ബ്രഹ്മാവിന് എന്ത് ചെയ്യാൻ നോർത്തിയില്ല? ഒന്നും ചെയ്യാൻ നോക്കിയില്ല. ഇനി വിഷ്ണുവിന്റെ പരിപാടി എടുക്കുക. വിഷ്ണുവിന്റെ ഉത്തരവാദിത്വം എന്താണ്? പരിപാലനം. എന്താ പരിപാലനം എന്ന് പറഞ്ഞാൽ? എന്താ മോന്റെ പേര് പറഞ്ഞ? അല്ല, അദ്ദേഹത്തിന്റെ എന്നെ കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ ആ രാജഗോപാലൻ എന്ന് പറയുന്ന ആളൊരു വിഷ്ണു ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുക. വീട്ടിൽ നിന്ന് പോരുമ്പോ കുടുംബം പറയാ, സഹധർമ്മിണി പറയാ, അതെ എവിടേക്കാ പോണ? ഞാൻ വീടിയിലെത്താ. എന്നാ അരി കഴിഞ്ഞോ അല്ലേ? സഞ്ചി എടുത്ത് കയ്യിൽ കൊടുത്തു, അരി വാങ്ങിക്കോടാൻ പറഞ്ഞു. അപ്പോഴാണ് മകളോ അല്ലെങ്കിൽ മകനോ പറയണ, അച്ഛാ എന്റെ പുസ്തകം അല്ലേ? അപ്പോഴാണ് മൂപ്പര് അച്ഛൻ പറയുന്നത്, മോനെ മരുന്ന് കഴിഞ്ഞോട്ടോ. അപ്പൊ വിഷ്ണുവാണ് പരിപാലകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൃഹത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ പരിപാലനം നടത്തുന്ന ആളാണ്. ഈ പരിപാലനം നടത്തുന്ന നമ്മുടെ കുടുംബനാഥനോടാണ് നമ്മൾ ആവശ്യങ്ങളൊക്കെ പറയുക. പക്ഷെ ഇതൊക്കെ പറഞ്ഞു, അരി വേണം, ഉറുക്കാൻ വേണം, മരുന്ന് വേണം, പുസ്തകം വേണം അല്ലേ? ഇതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? കാശ് വേണം. ആരാ പറഞ്ഞ? ആ കാശിന്റെ ദേവത, ധനത്തിന്റെ ദേവത ആരാണ്? മഹാലക്ഷ്മിയാണ്. അപ്പോ
വിഷ്ണുവിന്റെ സഹധർമ്മിണി മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മി ഇല്ലെങ്കിൽ ആർക്ക് വിഷ്ണു എന്തെങ്കിലും ചെയ്യാൻ സാധിക്കോ? ഒന്നുമില്ല. ഇതാണ് നമ്മളുടെ. അപ്പൊ നമ്മുടെ വീട്ടിലെ ഉണ്ട് ആര്? സൃഷ്ടിയുടെ ദേവതയായിട്ടുള്ള ബ്രഹ്മാവ് നമ്മുടെ വീട്ടിലുണ്ട്. ബ്രഹ്മാവിന്റെ സഹധർമ്മിണിയായിട്ടുള്ള സരസ്വതിയും നമ്മുടെ വീട്ടിലുണ്ട്. നിങ്ങൾ പുറത്തേക്ക് തെരഞ്ഞു പോകണ്ട, നിങ്ങളുടെ വീട്ടിലൊന്ന് നോക്കിയാൽ മതി. ഒരു ദേവതാ കുടുംബമാണ് നമ്മളുടെ. വിഷ്ണു നമ്മുടെ വീട്ടിലുണ്ട്. വിഷ്ണുവിന്റെ സഹധർമ്മിണിയായിട്ടുള്ള ധനവും നമ്മുടെ വീട്ടിലുണ്ട്. ഇനി ശിവനെ പിടിക്കുക, ദേഹത്തിനെ പിടിക്കുക, ശിവഭഗവാനെ പിടിക്കുക. ശിവൻ എന്താണ്? സംഹാരത്തിന്റെ ദേവനാണ്. എന്താ സംഹാരം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു, കണ്ണും കണ്ട് തുറന്നാ പോവും, പറ്റ കത്തിപ്പോവുന്ന നമ്മുടെ ധാരണ. തൃക്കണ്ണ് തുറന്ന ശിവൻ, പിന്നെ തൃക്കണ്ണ് തുറന്ന അകപകടമാണ്. അങ്ങനെയല്ല. സംഹാരം എന്ന് പറയുന്നത് ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റുന്ന സംഭവമാണ് സംഹാരം. അതായത് അരി ചോറായി മാറുന്നത് ഒരു സംഹാരമാണ്. സ്വർണം ആഭരണമായി മാറുന്നത് ഒരു സംഹാരമാണ്. തടി എന്താ പറയുക, സ്റ്റൂളോ കസേരയോ അല്ലെങ്കിൽ ഫർണിച്ചറായി മാറുന്നത് ഒരു സംഹാരമാണ്. ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റുന്നതാണ് സംഹാരം, അല്ലാണ്ട് ഒന്നിനെ നശിപ്പിക്കലല്ല. ഇപ്പൊ ഞാനൊരു മരപ്പണിക്കാരനാണെന്ന് വിചാരിക്കുക. എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു നല്ലൊരു മരത്തടി കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, നാരായണേട്ട അതുകൊണ്ട് ഒരു സ്റ്റൂൾ ഉണ്ടാക്കി തരണം. എന്താ ഉണ്ടാക്കേണ്ടത്? സ്റ്റൂൾ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഈ കയ്യിൽ ഉളി പിടിക്കണം അല്ലേ? ഈ കൈ കൊണ്ട് മുട്ടി പിടിക്കണം. എന്നിട്ട് ടായ് 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 എന്ന് പാടണം അല്ലേ? അതെല്ലാം അറക്കണം. ക്രൈം ക്രൈം ക്രൈം. ഇവന് സംഹാരം നടത്തണമെങ്കിൽ ശക്തിയുടെ എന്ത് വേണം? ശക്തിയുടെ സാന്നിധ്യം വേണം. അതുകൊണ്ട് ത്രിമൂർത്തികളുടെ സംഹാരത്തിന്റെ ദേവതയായിട്ടുള്ള ശിവന് ആരായി? സഹധർമ്മിണി ശക്തിയാണ്. അതാണ് നമ്മള് ഭഗവതിനെ ആരാധിക്കുന്നത്. അപ്പൊ ഇത് ദേവന്മാര് ഈശ്വരന്മാരെന്ന് നിങ്ങൾ പുറത്തെറിഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഗുരുവായൂരൊക്കെ ഓടും ഇല്ലേ, ശബരിമലയ്ക്ക് ഓടും, ഒക്കെ പോയിക്കോളും. പക്ഷെ ചിതഗ്നികുണ്ഡ സംഭൂത, ചിത്താകുന്ന അഗ്നികുണ്ഡത്തിൽ അധിവസിക്കുന്നു ഭഗവതി ദേവി. അതുപോലെ തന്നെ നമ്മുടെ ഹൃത്തടത്തിൽ ഭഗവാനുണ്ട്, ഈശ്വരനുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശബരിമല ഇവിടെ എന്താണ്? ശിവനാണ്. അതുപോലെ തന്നെ കൈലാസത്തെ ശിവനാണ്. നമ്മുടെ നാട്ടിലുള്ള ഇത് അയ്യപ്പനാണ്. ശബരിമലയിലുള്ളത് അയ്യപ്പനാണ്. നമ്മുടെ നാട്ടിലത്തെ അയ്യപ്പന്റെ സ്ഥിതി എന്താ? ഇങ്ങനെ ഞാൻ പ്രകാശനോട് ചോദിച്ചു, ഇവിടുത്തെ സ്ഥിതി എന്താന്ന് ചോദിച്ചു. ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നി ഉരുട്ടി ഇങ്ങനെ പോകണം അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? നല്ല ബുദ്ധിമുട്ടാണ്. കുറച്ചു കാലം കഴിയുമ്പോഴേക്ക് ശരിയായിരിക്കണം. അയ്യപ്പൻ സമ്പന്നൻ, അതെന്താ അങ്ങനെ വരാൻ? അത് തോന്നിയിട്ടില്ല, എപ്പോഴും അങ്ങനെ തോന്നിയിട്ടില്ലോ? എൻ്റെ ഞാൻ വെളിനയിൽ പൈസ ഇട്ട അക്കൗണ്ടിൽ നിന്ന് മാത്രം എനിക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റൂ, വേറെ എടുക്കാൻ പറ്റില്ല. ഞാൻ വേറെ നാട്ടിൽ പോയിട്ടെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഡെഡ് അക്കൗണ്ട് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തേത് അപകടമാവാൻ കാരണം? അവിടുത്തെ വിഷ്ണു എന്തേ ഇത്ര കേമനായത്? ശ്രീകൃഷ്ണ ക്ഷേത്ര ഗുരുവായൂരത്തെ നമ്മളിത് എന്താ എങ്ങനെയായത്? ഞാൻ നാമജപത്തിന്റെ പ്രാധാന്യം പറയുന്നത്. അത് നേരത്തെ പറഞ്ഞ മാതിരി ശ്രുതി തെറ്റാണ്ട് ജപിക്കണം. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? ലളിതാ സഹസ്രം ജപിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? അന്ന് ഒരാളുണ്ട്. വേറെ ആരെങ്കിലും ആരുണ്ട് അല്ലേ? അതിൽ ചിതഗ്നി കൊണ്ട് സംഭൂതാന്നൊരിതില്ലേ? ചിത്താകുന്ന അഗ്നികുണ്ഡത്തിൽ അധിവസിക്കുന്നു ആര്? ദേവി. ആ ദേവിക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് ചാമരം വീശുന്നു ആര്? മഹാലക്ഷ്മിയും കുബേരനും. അപ്പൊ ഈ മഹാലക്ഷ്മിക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ടത്ര. എന്താണെന്നറിയോ? എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ നാമജപം കേൾക്കണം, അത് അവിടേക്ക് പോകാൻ തോന്നത്ര. അപ്പോ ഈ നാമജപം നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് സമാനോ മന്ത്രസമിതി ഒറ്റ ശബ്ദത്തിൽ ജപിക്കുകയാണെങ്കിൽ അവിടുന്ന് മഹാലക്ഷ്മി പറയത്രേ, എൻ്റെ മക്കൾ അവിടെ ഇരുന്നിട്ട് എന്ത് ജപിക്കണോ? നാമം ജപിക്കണോ? കുബേര അവരെ ഇന്ന് പോയിട്ട് അനുഗ്രഹിക്കൂ. കുബേരനെ വരുന്ന് പോരാൻ നിർത്തിയില്ല. എന്താ കാരണം? അവിടെ ത്രിപുരസുന്ദരിക്ക് ചാമരം വീശിനത് മുടങ്ങാൻ പാടില്ല. അപ്പൊ ഈ ഭഗവതി പറയത്രേ, ഈ കുബേരൻ എന്താ ചെയ്യാന്നറിയോ? അപ്പൊ കുബേരൻ ഇങ്ങനെ ഭൂമിയിലുള്ള കുബേരന്മാരെങ്ങനെ നോക്കും, ഇതായിരിക്കണം ഒരു കുബേരൻ. പിന്നെ ഈ കുബേരൻ അവിടുന്ന് ഈ ഭൂമിയിലുള്ള കുബേരനെ നോക്കിയ പിന്നെ ഈ കുബേരനെ ഇരിക്കാൻ പൊള്ളിയില്ല. ഈ ചങ്ങായി എന്തായിട്ട് അറിയാം? അദ്ദേഹത്തിന്റെ അടുത്തുള്ള കാശ് എടുത്തിട്ട് ഭണ്ഡാരത്തിൽ കൊണ്ടിടുക, ഈ സ്വർണ്ണം എടുത്തിട്ട് കിരീടം ഉണ്ടാക്കി കൊടുക്കുക, ഈ ആനേനെ എടുത്തിട്ട് നടക്കിരുത്തി കൊടുക്കുക. അത്